ഹായ് ഡിയേഴ്സ്, ചേന വറുത്തതും കട്ടിപ്പരിപ്പുമാണ് ഇന്നത്തെ രണ്ട് സദ്യ വിഭവങ്ങൾ. ചേന മുറിക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ ചൊറിയാനുള്ള സാധ്യതയുണ്ട്. ഈ ചേന ആദ്യം വേവിച്ച ശേഷം മാത്രമേ വറുക്കാവൂ, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ വായ ചൊറിയും. നമ്മളിപ്പോൾ അവിയലിൻ്റെ കഷ്ണം പോലെ നീളത്തിൽ മുറിച്ചാണ് ഇന്ന് ചേന വറുക്കാൻ പോകുന്നത്. ചേന മുറിച്ച ശേഷം എപ്പോഴും അതിനെ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോവും. ഇങ്ങനെ എല്ലാ പീസും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇതിന് ഇനി നല്ല പോലെ കഴുകിയെടുക്കാം. കൈ തൊട്ടാൽ ചൊറിയും, അതുകൊണ്ടാണ് ഞാൻ കരണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. അതും കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ ചൊറിയും. കരണ്ടി ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. എല്ലാവിടെയും മസാല എത്തിയിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം എടുത്തൊന്നും വയ്ക്കേണ്ട, ഉടനെ തന്നെ വറുക്കാം. അതിനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണ എല്ലാവിടെയും തട്ടുന്ന രീതിയിൽ അതിനൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വെന്ത ശേഷം മാത്രമേ നമ്മൾ ചേന വറുക്കുന്നുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോൾ വേവുന്ന ചേനയാണ്, പെട്ടെന്ന് വേവും. നമ്മുടെ ചേന ഒരു അര വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേണം വറുക്കാൻ. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിന് ക്രിസ്പി ആവുന്നത് വരെ വറുക്കേണ്ടതുണ്ട്. ഏകദേശം ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി നിർത്താം. ഇനി അടുത്തത് കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാം. 1/4 ടീക്കപ്പ് ചെറുപയർ എടുത്ത് അതിന് കളർ പോവാതെ ചെറുതായി ഒന്ന് വറുത്ത ശേഷം നല്ലപോലെ കഴുകി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിലേക്ക് ഇടാം. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഒരു 3 വിസിലിന് വേവിക്കാം. കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്ത് ഇടാം. 3 വിസിൽ കഴിഞ്ഞപ്പം നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ കരണ്ടി വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കണം. വെള്ളമെല്ലാം നല്ലപോലെ ഡ്രൈ ആയ ശേഷം മാത്രം നമുക്കിതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ലൂസായി തോന്നും, പക്ഷെ ഇത് തണുക്കുമ്പോൾ നല്ലപോലെ കട്ടയാവും. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തുടരെ ഇളക്കണം. നമ്മുടെ കറിക്ക് അല്പം കളറ് കുറവാണെന്ന് തോന്നുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിട്ട് മഞ്ഞൾ വേവുന്നത് വരെ ഇളക്കി കൊടുക്കുക. തിളയ്ക്കരുത്. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിനോടൊപ്പം കഴിക്കാം. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുന്ന പരിപ്പും നെയ്യും ചോറിൽ കൂട്ടി കുഴച്ച് ഒരു പപ്പടവും കൂട്ടി കഴിക്കുമ്പോഴുള്ള ആ സ്വാദ് അടിപൊളിയാണ്. നമ്മുടെ ചേന വറുത്തതുകൊണ്ട് നമുക്കും പരിപ്പും നെയ്യും പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കാം. ആ മുളകൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നല്ല പോലെ കുഴച്ച് ഉരുട്ടി ഒരു പീസ് ചേനയെടുത്ത് ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെയാണ്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് കട്ടിപ്പരിപ്പ് ഉണ്ടാക്കണം. താങ്ക് യു ഡിയേഴ്സ്.